ഹായ്, എല്ലാവർക്കും സ്വാഗതം. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ചെമ്പ്ര പീക്ക് മലയിലേക്ക് ഒരു യാത്ര എന്ന വീഡിയോയുടെ 3-ാം പാർട്ടാണ്. 1ഉം 2ഉം പാർട്ട് കാണാത്തവർ ചാനലിൽ കയറി വീഡിയോസ് ഒന്ന് കാണണേ. പിന്നെ നല്ല നോയ്സ് കയറി വരുന്നുണ്ട്. വിഷുവിൻ്റെ പടക്കം പൊട്ടിക്കൽ ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. എൻ്റെ നോയ്സ് നല്ല കയറി വരുന്നുണ്ട് വീഡിയോയിൽ. പബ്ലിക് പ്ലേസിൽ നിന്നാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അതാണ് നല്ല നോയ്സ് കയറി വരുന്നത്. തുടക്കക്കാരനായതുകൊണ്ട് വീഡിയോയിൽ ചെറിയ പോരായ്മകൾ ഉണ്ട്. അതെല്ലാവരും ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ചെമ്പ്ര പീക്ക് എസ്റ്റേറ്റ്, അതായത് ടീ എസ്റ്റേറ്റിൻ്റെ ബംഗ്ലാവിൻ്റെ താഴെയുള്ള ഒരു ഭാഗമാണ്. ഇതിൻ്റെ താഴ്ഭാഗം വലിയൊരു കൊക്കയാണ്. ഈ കാണുന്നത് ഒരു തക്കാളിപ്പഴത്തിൻ്റെ ചെടിയാണ്. ഇത് പൂത്തു നിൽക്കുന്നുണ്ട്. തക്കാളിപ്പഴം കഴിച്ചിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ വീഡിയോ കാണുന്ന എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മളിപ്പോൾ കാണുന്നത് ഒരു കുമിളാണ്. ഇത് ഭക്ഷ്യയോഗ്യമല്ല കേട്ടോ. നല്ല ബണ്ണിൻ്റെ രൂപത്തിലാണ് ഇത് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഒരു മുത്തശ്ശി മാവിനെയാണ്. എല്ലാ കൊല്ലവും നല്ല മാങ്ങ ഉണ്ടാകുന്ന ഒരു മാവ്. ഇതൊരു ബിൽഡിങ്ങിൻ്റെ സൈഡിൽ കൂടി വേണം പോകാൻ. മുന്നിൽ കാണുന്ന വഴിയിലൂടെ വേണം പോകാൻ. ഇവിടുന്ന് നോക്കിയാൽ ചെമ്പ്രയുടെ ഒരു ഭാഗം കാണാം നമുക്ക്. ഇവിടെ നിന്നാൽ ചെമ്പ്ര പീക്കിലേക്കുള്ള വഴിയും ചെമ്പ്ര പീക്കും കാണാം. മനോഹരമായ കാഴ്ചയാണ് ഇവിടെ നിന്നാൽ. ഇവിടെ നശിച്ചുപോയൊരു ബംഗ്ലാവ് കാണാം. പഴയകാലത്ത് നിർമ്മിച്ച ഈ ബംഗ്ലാവ് ഇപ്പോൾ അവശിഷ്ടം മാത്രമേ ഉള്ളൂ. ഈ ബംഗ്ലാവ് നിർമ്മിച്ചത് പാറക്കഷ്ണങ്ങളും സുർക്കിയും മണ്ണും കൊണ്ടാണ്. നമ്മൾ ഏകദേശം ആ മുത്തശ്ശിമാവിൻ്റെ അടുത്ത് എത്താറായി. ഇതിൽ മാങ്ങയുണ്ട്. അത് പറിക്കാൻ 2-3 ആൾക്കാർ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഇവിടെ ചെറിയ തോതിൽ തണുപ്പുണ്ട്, പക്ഷെ കാറ്റില്ല. മുകളിൽ നല്ല കാറ്റും നല്ല തണുപ്പും ഉണ്ടായിരുന്നു. ഈ മാവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോറസ്റ്റാണ്. അങ്ങോട്ട് ആർക്കും പ്രവേശനമില്ല. ഈ മാവ് നിറയെ മാങ്ങകളാണ്. കുഞ്ഞു മാങ്ങകളാണ്, ആയിട്ടില്ല. ഈ മാവിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കണിക്കൊന്നയും പൂത്തു നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് ചുറ്റുപാടും നല്ല ഭംഗിയാണ് കാണാൻ. കാലാവസ്ഥ നല്ല മൂടിക്കെട്ടി നിൽക്കുന്നു. ഒരു മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. കയ്യെത്തുന്ന ഭാഗത്തുള്ള മാങ്ങകൾ 2-3 ഞങ്ങൾ പറിച്ചു കഴിച്ചു. ചെറിയൊരു പുളിയാണ്. അവിടെ നിന്നും ഞങ്ങൾ യാത്ര തുടങ്ങി. നമ്മൾ ഈ കാണുന്നത് എസ്റ്റേറ്റിലുള്ളവർ വിറക് പെറുക്കുന്ന കാഴ്ചയാണ്. കുത്തനെയുള്ള ഈ ചെവിയിൽ നിന്നും അവർ വീട്ടിലേക്ക് ആവശ്യമായ വിറകുകൾ പെറുക്കുന്നു. നമ്മളീ കാണുന്നത് വള്ളിപ്പടർപ്പിൽ കണ്ട ഒരു കായയാണ്. എന്താണെന്നറിയില്ല, നോക്കിയതാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് വേറൊരു സാധനമുണ്ടായിരുന്നു, ഒരു ഭംഗിയുള്ള പൂവ്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയുമോ എന്ന് എനിക്കറിയില്ല. നല്ല ഒരു പൂവൻ കോഴിയുടെ അതേ ഷേപ്പിലുള്ള ഒരു പൂവ്, നല്ല ഭംഗിയുണ്ട്. അതൊരുപാടുണ്ട് ഇവിടെ. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് വീടുകളിലേക്ക് കുടിവെള്ളം കൊണ്ടുപോകുന്ന ഒരു ചെറിയ കുളത്തിലേക്ക്. ഇവിടെ ശ്രദ്ധിച്ചിറങ്ങണം. ഇഴജന്തുക്കൾ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. തണുത്ത പ്രദേശമായതുകൊണ്ട് ഒരുപാട് പൈപ്പുകൾ താഴേക്ക് പോകുന്നുണ്ട്. ആ ഭാഗം കാണാൻ കുറച്ച് മുകളിലേക്ക് കയറണം. ഞങ്ങളങ്ങനെ നടന്ന് മുന്നോട്ട് നീങ്ങി. വലിയ പാറക്കഷ്ണങ്ങളാണ്. ശ്രദ്ധിച്ച് നടക്കണം, തെന്നി വീഴാൻ സാധ്യത കൂടുതലാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ കുളം. നല്ല തെളിഞ്ഞ വെള്ളം തന്നെയാണ്.
പക്ഷേ മുകളിൽ കണ്ടത്ര ക്ലിയർ അടിവരെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചെറിയൊരു കുളമാണ്. നിങ്ങൾ കാണുന്ന ഈ ചെടി പലർക്കും പരിചയമുണ്ടായിരിക്കും. പണ്ടുകാലത്ത് മീൻ പൊതിയാനും മറ്റു വസ്തുക്കൾ പൊതിഞ്ഞു കൊടുക്കാനും ഉപയോഗിച്ചിരുന്ന ഒരു ഇലയാണ്. ഈ ചെടി ഇവിടെ പലയിടത്തും കാണാം. ഞങ്ങൾ ഇവിടെ നിന്നും ഒന്ന് മുഖം കഴുകി. നല്ല ഫ്രഷായി തോന്നി. ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് വേറൊരു വഴിയിലൂടെയാണ്. ഈ വഴിയിലൂടെ സഞ്ചരിച്ചാൽ ഒരു സ്കൂളും ഒരു റിസോർട്ടും ഉണ്ട്. ഇവിടെ എപ്പോഴും ആനിമൽ പ്രസൻസ് ഉള്ള സ്ഥലമാണ്. ഈ കാണുന്നത് ഒരു ആനത്താരയാണ്. ആ വഴിയിലൂടെ കുറച്ച് സഞ്ചരിച്ച് കഴിഞ്ഞാൽ എസ്റ്റേറ്റ് വീണ്ടും കാണാൻ കഴിയും. അവിടെ ഒരു പൊളിഞ്ഞ ബംഗ്ലാവ് വീണ്ടും കാണാൻ കഴിയുന്നു. എല്ലാം നശിച്ചു പോയിരിക്കുന്നു. ഇവിടെ നിന്ന് നോക്കിയാൽ മുകളിൽ കുറച്ച് ബിൽഡിങ്ങുകൾ കാണാം. അതൊരു റിസോർട്ടാണ്. സോസ്റ്റൽ എന്നറിയപ്പെടുന്ന റിസോർട്ടാണ്. അവിടെ നിന്ന് ഇടത് സൈഡിലുള്ള റോഡിലൂടെ വേണം നമുക്ക് കടന്നു പോകാൻ. തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലായി ഒരു ഹട്ട് കാണാം. ഇവിടെ നിന്നും വൈകുന്നേരം ടീ കുടിക്കാൻ നല്ല രസമായിരിക്കും. ചെറിയൊരു ഹട്ടാണ്. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇവിടെ നിന്നാൽ ചെമ്പ്രയുടെ ഫുൾ വ്യൂ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഇപ്പോൾ സ്കൂളിൻ്റെ അടുത്തെത്തി. സ്കൂൾ ഇപ്പോൾ ലീവാണ്. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന സ്കൂളും ചുറ്റുപാടും നല്ല പച്ചപ്പും. ഈ സ്കൂളിൽ 7ാം ക്ലാസ് വരെ മാത്രമേ പഠനമുള്ളൂ. അത് കഴിഞ്ഞാൽ മേപ്പാടി ടൗണിലേക്ക് പോകണം. നല്ല ഭംഗിയുള്ളൊരു സ്കൂൾ. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഈ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോകളുടെ ലാസ്റ്റ് ഭാഗമായതുകൊണ്ട് ചെറിയൊരു പാർട്ടായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. വലിയ വലിയ വീഡിയോകളാക്കിയാൽ നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് തോന്നിയത് കൊണ്ട് ചെറിയ ചെറിയ വീഡിയോകളാക്കി അപ്ലോഡ് ചെയ്തിരിക്കുന്നതാണ്. സ്കൂളിൻ്റെ ഒരു വശം തകർന്നു പോയിട്ടുണ്ട്. ഇത് സ്കൂൾ തുറക്കുമ്പോഴേക്കും റെഡിയായിരിക്കുമായിരിക്കും. ഇത് അവരുടെ കുട്ടികൾക്കുള്ള കളിക്കാനുള്ള ഒരു ചെറിയ ഗ്രൗണ്ടാണ്. ഒരു മലയണ്ണാനെ കണ്ടു. അത് നോക്കാൻ വേണ്ടി പോയതാണ്. പിന്നെ കണ്ടില്ല ആളെ. ഈ സ്കൂൾ കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്നും യാത്ര തിരിച്ചു. ചുറ്റുപാട് നല്ല മരങ്ങളാണ് കേട്ടോ സ്കൂളിന് ചുറ്റും. മുകളിലേക്ക് നോക്കുമ്പോൾ നല്ലൊരു കടന്നൽ കൂടുണ്ട്. അവിടെ ഇതിൻ്റെ ചോട്ടിലായിരുന്നു ഇത്രയും നേരം നിന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് മുകളിൽ നിന്നും വെള്ളം കൊണ്ടുവന്ന് ശേഖരിച്ച് വെച്ച ഒരു വലിയ കുളമാണ്. ആ കുളത്തിൻ്റെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. വലിയൊരു കുളം എന്ന് പറഞ്ഞാൽ വലിയൊരു കുളം തന്നെയാണ്. ഇത് നിർമ്മിച്ചതാണ് കേട്ടോ. ഇവിടെ താഴെയുള്ള എസ്റ്റേറ്റുകളിലും അതുപോലെ വീടുകളിലേക്കും വെള്ളം വറ്റിക്കാനുള്ള ഒരു കുളം. അങ്ങ് തലക്കൽ ഇതിൻ്റെ മോട്ടർ ഉണ്ട്. അവിടെ നിന്നാണ് ആവശ്യക്കാർക്ക് വെള്ളം വറ്റിക്കുന്നത്. ഫുൾ ടൈം മുകളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് ഇപ്പോൾ നമ്മൾ മുന്നിൽ കാണുന്നത്. ഇത് ആവശ്യം വരുമ്പോൾ മോട്ടോർ വെച്ച് അടിച്ച് എല്ലാവർക്കും കൊടുക്കുന്നതാണ്. ഈ കുളത്തിന് നല്ല നീളമുണ്ട്. വീതി കുറവാണ്. നല്ല നീളത്തിലാണ് ഇത് കിടക്കുന്നത്. മുകളിലത്തെ ചായത്തോട്ടത്തിൽ ഒരു കാട്ടുമുയലിനെ 3-4 നായ്ക്കൾ ഓടിക്കുന്നുണ്ട്.
മുകളിലത്തെ തോട്ടങ്ങളിൽ പുതുതായിട്ട് എന്തോ നട്ടിട്ടുണ്ട്. ചെടികളാണോ മറ്റെന്തോ എന്താണെന്നുള്ള അറിയില്ല. അത് മൃഗങ്ങൾ തിന്നാതിരിക്കാനും നശിപ്പിക്കാതിരിക്കാനും വേണ്ടി കൂടുകൾ വെച്ചിട്ടുണ്ട്. അതാണ് ആ വൈറ്റ് കളറിൽ കാണുന്നത്. ഈ കുളത്തിന് 15 അടി മുതൽ 20 അടി വരെ താഴ്ചയുണ്ട്. ഏത് വേനൽക്കാലത്തും ഇവിടെ വെള്ളമുണ്ടാവും.